ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. സോ അത് അധികം നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം മോയ്സ്ചറൈസർ ഇട്ടു, ന്യൂട്രിഡേമിൻ്റെ ആണ് ഇട്ടത്. പിന്നെ അൾട്രാഷിയറിൻ്റെ സൺസ്ക്രീന് അതെനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്, കാരണം എൻ്റെ സ്കിൻ ടൈപ്പിന് ബെസ്റ്റാണ്. പിന്നെ ഞാൻ എൻ്റെ ലിപ്പിൽ ഞാനൊരു ലിപ് ഗ്ലോസ് നമ്മളെ വാസ്ലിനാണ് കൊടുത്തത്, വേറൊന്നും ഞാൻ പരീക്ഷിക്കാറില്ല. പിന്നെ പുരിക എഴുതാറുണ്ട്, അതിൻ്റെ ഒരു മസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുരിക എഴുതുന്നത്. അതുകൊണ്ട് പുരിക എഴുതി ജസ്റ്റ് പുരികം കോമ്പ് ചെയ്തൊന്ന് കുറച്ച് വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രം ഒന്ന് തിക്കാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പൊട്ടും കുത്തി, കുഞ്ഞി പൊട്ടും ജസ്റ്റ് വാല് മാത്രമേ വരച്ചു കൊടുക്കുന്നുള്ളൂ. അധികം ആർഭാടങ്ങളൊന്നും വേണ്ടാന്ന് കരുതി, കാരണം ഡോക്ടറെ അടുത്ത് പോവാണല്ലോ, അതും ഫേസ് കാണിക്കാനാണ് പോകുന്നത്. ഒരുപാട് ഉണ്ടെങ്കിൽ അവർ ഫേസ് എന്തായാലും കഴുകും. സോ അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിനിടയിൽ, ഐലാഷസ് ചെയ്യുന്നതിനിടയിൽ എനിക്ക് എപ്പോഴും കിട്ടുന്നൊരു മുട്ടൻ പണി കിട്ടി. അപ്പോൾ അവിടുത്തെ കളർ ഒന്നും കൂടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചോപ്പ് കളറായിട്ടുണ്ടായിരുന്നു, അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ സൺസ്ക്രീൻ ഇട്ടെടുത്തൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ലിപ് ലൈനർ ഒന്ന് വരച്ചിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അതെനിക്ക് ഭയങ്കര സെറ്റായിട്ടുള്ളൊരു ഷെയ്ഡായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മോതിരം, എൻ്റെ കല്യാണ മോതിരമൊക്കെ ഇട്ടു. പിന്നെ ഞാൻ സെറം യൂസ് ചെയ്തിട്ട് മുടി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി. ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ, എൻ്റെ മുന്നേ ഉള്ള ആൾക്കാർക്ക് അറിയാം, എന്നെ അറിയുന്ന ആൾക്കാർക്ക് എൻ്റെ മുഖത്ത് നിറച്ച് ഫ്രിക്കിൾസും പിഗ്മെൻറ്റേഷനും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണിച്ച് ഒരു 3-4 സെഷൻ ആയപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ടുണ്ട് ഫേസ്. നമ്മൾ പ്രോപ്പർലി കൊണ്ടുവരുന്ന ഫേസ് സെറ്റാവും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കേട്ടോ. പിന്നെ എന്തായാലും ഫേസ് സെറ്റാകുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു കോൺഫിഡൻസ് വരല്ലേ, ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടേ.